മഴത്തോരും മുൻപേ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ബാലചന്ദ്രമേനോന്റെ മുറിയിലെ ലൈറ്റ് അണയുന്നതുവരെ വൈജയന്തി കാത്തിരുന്നു. ബബിതയും കൃഷ്ണജയും കിടന്നു കഴിഞ്ഞു. രോഹിത്തിന്റെ മുറിയിൽ വെളിച്ചമുണ്ടോ എന്നറിയണമെങ്കിൽ മുകളിലേക്ക് ചെന്ന് നോക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധമുണ്ടായിരുന്നോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോ, ഇതൊന്നും എനിക്ക് നിശ്ചയമില്ല. രോഹിത് പറഞ്ഞ ആ 2 വാചകങ്ങൾ ഇപ്പോഴും വൈജയന്തിയുടെ മനസ്സിൽ കൂരമ്പ് കണക്കെ തറഞ്ഞു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണവൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്? അമ്മ കളങ്കമില്ലാത്തവളാണോ എന്ന് തൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചതിൻ്റെ പിൻപിലെ പ്രകോപനം എന്താണ്? വെറുതെ ഒന്നും ഇത്ര കടന്ന് സംസാരിക്കുവാൻ അവന് ധൈര്യം കിട്ടില്ല. തൻ്റെ ഭൂതകാലത്തെപ്പറ്റി എന്തെങ്കിലും സൂചന അവന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടോ? ബാലേട്ടൻ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? വൈജയന്തി ശബ്ദമുണ്ടാക്കാതെ കോണിപ്പടി കയറി മുകളിലെത്തി. രോഹിത്തിന്റെ വാതിലിൽ പതിയെ തട്ടി വിളിച്ചു. രോഹിത് കിടന്നിരുന്നുവെങ്കിലും ഉറങ്ങിയിട്ടില്ല. അവൻ ലൈറ്റ് ഇട്ടതിനു ശേഷം വാതിൽ തുറന്നു. വൈജയന്തി അകത്തേക്ക് കടന്നു. ഉടൻ തന്നെ വാതിൽ ചേർത്തടയ്ക്കുകയും ചെയ്തു. രോഹിത്തിന് ആശ്ചര്യമായിരുന്നു. അമ്മ തൻ്റെ മുറിയിലേക്ക് അങ്ങനെ വരാറുള്ളതല്ല. അവൻ വൈജയന്തിയുടെ മുഖത്തേക്ക് വിസ്മയത്തോടെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ വൈജയന്തി, നീ ഉറങ്ങിയായിരുന്നോ? അമ്മയുടെ ചോദ്യത്തിന് പതിവില്ലാത്തൊരു സൗമ്യത. രോഹിത് മറുപടി പറയുകയാണ്, ഇല്ല, ഞാൻ അങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. ആ, നീ അങ്ങോട്ട് ഇരിക്കേ. രോഹിത് കിടക്കയിലേക്ക് ഇരുന്നു. വൈജയന്തി തനിക്കിരിക്കുവാൻ ഒരു കസേര നിരക്കിക്കൊണ്ടുവന്നെങ്കിലും അതിലിരുന്നില്ല. കസേരയ്ക്ക് പിൻപിൽ പിടിച്ചുകൊണ്ട് അവൾ മകനെ നോക്കി നിന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ കുളത്തുപുഴയ്ക്ക് പോയപ്പോൾ അച്ഛൻ നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? രോഹിത് അപകടം മണത്തു. ആ, അച്ഛൻ എന്നോട് പലതും പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? നല്ലതുപോലെ പഠിക്കണം, അച്ഛന് ശേഷം കുടുംബം നോക്കേണ്ടത് ഞാനാണ്, ബബിതയും കൃഷ്ണമോളെയും പഠിപ്പിച്ച് അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ പലതും പറഞ്ഞു. ആഹാ, എല്ലാ ചുമതലയും കൂടി നിന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ എങ്ങോട്ട് പോണ്? സന്യാസത്തിനോ? സന്യാസത്തിന് വേറെ എവിടെയും പോകണ്ടല്ലോ, ഇവിടെ തന്നെ സന്യാസത്തിലാണല്ലോ അച്ഛൻ. അതെന്നെ തോൽപ്പിക്കാൻ ഞാനാണല്ലോ ഏറ്റവും വലിയ ശത്രു. അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും കുറ്റബോധം കാണും. വീട്ടുവേലക്കാരി ആയിരുന്നില്ലേ കുറെ കാലം ഭരണക്കാരി? അതുമാത്രവുമല്ലല്ലോ, പരിചരണക്കാരിയും പ്രൈവറ്റ് സെക്രട്ടറിയും എല്ലാം അവള് തന്നെ ആയിരുന്നില്ലേ? സ്വന്തം മകളുടെ കൈ കൊണ്ടൊരു കപ്പ് ചായ കൊടുത്താൽ പോലും തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങില്ലായിരുന്നു. എല്ലാറ്റിനും അവളുടെ കൈ തന്നെ വേണം. അങ്ങനെ അങ്ങ് സുഖിച്ച് ഒടുവിൽ എന്നെ കൂടെ വേണ്ടെന്നായി. അമ്മയെ വേണ്ടെന്നാക്കിയത് അച്ഛനല്ല, അമ്മ തന്നെയാ. അമ്മ ഇന്നേ വരെ അച്ഛനെ അനുസരിച്ചിട്ടുണ്ടോ? ഞാൻ എന്തോന്ന് അനുസരണക്കേട് കാട്ടി നടന്ന് ഈ പറയുന്നത്? നിന്റെ അച്ഛൻ നിലത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചാടി മേശപ്പുറത്ത് കയറി നിന്നോ? ആ, അതുമാത്രം ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം അച്ഛൻ പറഞ്ഞാലും ചെയ്താലും അമ്മ മുഖം കറുപ്പിക്കുമായിരുന്നു. അതിൻ്റെ പേരിൽ മുള്ളും മുനയും വെച്ച് എന്തെങ്കിലും പറഞ്ഞ അച്ഛനെ അമ്മ അലട്ടുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അച്ഛൻ അംഗീകരിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് ഇതേ മനോഭാവം തന്നെയായിരുന്നു. ആ, ഞാൻ എൻ്റെ ഇഷ്ടക്കേട് എവിടെയും കാണിക്കും. ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറയും. മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വേണ്ടി മനസ്സിലൊന്നും പുറമെ വേറൊന്നും. ആ രീതി എനിക്ക് വശമില്ല. ആ, അച്ഛനും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് അമ്മ ചെയ്യുന്നത്. അച്ഛൻ അമ്മയെ ഇഷ്ടമല്ല. ഇഷ്ടമില്ലായ്മ മറച്ചു വെച്ച് പുറമെ ചിരിച്ചു കാണിച്ച് അമ്മയെ സുഖിപ്പിക്കാൻ അച്ഛനും തയ്യാറല്ല. അച്ഛൻ്റെ മനസ്സിലുള്ളത് പുറമെ കാണിക്കുന്നു. അതിലെന്താ തെറ്റ്? അമ്മയും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? എന്നെ എന്തുകൊണ്ട് ഇഷ്ടമല്ലാതെയായി എനിക്കതറിയണം. 22 കൊല്ലം ഇല്ലാതിരുന്ന ഇഷ്ടക്കേട് ഇവിടെ നിന്ന് ഇപ്പോൾ വന്നു. ഇത്രയും കാലം ഞാൻ വേണമായിരുന്നല്ലോ. എന്റെ ചോരയും നീരും വറ്റിക്കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ടതായി. അടുക്കളക്കാരി സുന്ദരിയാണെന്ന് കണ്ടപ്പോൾ മധ്യവയസ്കയായ ഭാര്യയെ വേണ്ട. അതല്ലേടാ സത്യം? അതല്ല സത്യം. അമ്മയെ ഇത്രയും കാലം അച്ഛൻ സഹിക്കുകയായിരുന്നു. അമ്മയുടെ മുൻകോപവും അമ്മയുടെ തന്നിഷ്ടങ്ങളും അമ്മ അച്ഛനോട് കാട്ടിയ അവഗണനയും എല്ലാം അച്ഛൻ സഹിച്ചു. എനിക്ക് ഓർമ്മ വെച്ചതിൽ പിന്നെ അമ്മ അച്ഛനോട് ഒരല്പമെങ്കിലും ബഹുമാനത്തോടെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ പറയുന്ന എല്ലാ അഭിപ്രായങ്ങൾക്കും അമ്മയ്ക്ക് എതിരഭിപ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വെച്ച കറി നല്ലതാണെന്ന് അച്ഛൻ പറയുമ്പോൾ, ഇല്ല, ഇപ്രാവശ്യം ഇത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ തർക്കിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയുടെ താല്പര്യങ്ങൾ അച്ഛൻ്റെ മേൽ അമ്മയെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഒരു വടിയും ഓങ്ങിപ്പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സ്കൂൾ ടീച്ചറായിരുന്നു അമ്മ എപ്പോഴും. അമ്മയുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാനുള്ള കുറെ യന്ത്ര മനുഷ്യരാണ് അമ്മയ്ക്ക് മറ്റുള്ളവർ. അങ്ങനെ സഹിച്ച് അച്ഛനൊടുവിൽ അമ്മയോട് സ്നേഹമില്ലാതെയായി. ഇപ്പോൾ അമ്മയെ വേണ്ടതായി. ഓ, അങ്ങനെയൊക്കെ പറഞ്ഞു അച്ഛൻ. ഇനി അമ്മയെ വേണ്ടെന്ന്, ഇത്രയും കാലം സഹിക്കുകയായിരുന്നെന്ന്? അത് പ്രത്യേകിച്ച് പറയണോ അമ്മേ? ഞങ്ങൾ അമ്മയെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ദേഷ്യം, അമ്മയുടെ കുത്തുവാക്കുകൾ. മതി, നീ അങ്ങ് നിർത്ത്. നിന്നെയൊക്കെ വളർത്തി ഇത്രത്തോളം എത്തിച്ചതിന് ഇതൊക്കെ തന്നെ പറയണം. തുടർന്ന് ചൂണ്ടുവിരലിന്റെ അറ്റം കാണിച്ചിട്ട് വൈജയന്തി പറയുകയാണ്, നീയൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അറിയോ നിനക്ക്? എൻ്റെ മുലപ്പാല് കുടിച്ചാ നീയൊക്കെ വളർന്നത്. മലത്തിലും മൂത്രത്തിലും കിടന്ന് നിലവിളിക്കുമ്പോൾ എടുത്തോണ്ട് പോയി കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കാൻ, നിനക്കൊക്കെ ഒരു അസുഖം വരുമ്പോൾ ഉറക്കളച്ചിരുന്ന് ശുശ്രൂഷിക്കാൻ, ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ, 4 അക്ഷരം പറഞ്ഞു പഠിപ്പിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പോത്തുപോലെ കിടന്നുറങ്ങും. നിനക്കൊക്കെ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോടാ, നന്ദി കെട്ടവനെ. അമ്മേ,
ഈ പാതിരാത്രിയിൽ ഈ മുറിക്കകത്ത് വന്ന് കയറിയിട്ട് അമ്മ ചൂടാകണ്ട. അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് അമ്മയുടെ ഡ്യൂട്ടിയാ. ലോകത്തിലെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. മൃഗങ്ങൾ പോലും നക്കി തുടച്ചാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ നോക്കിയും കണ്ടും വളർത്തിയില്ലെങ്കിൽ മനുഷ്യന്റെ കുഞ്ഞായാലും മൃഗത്തിന്റെ കുഞ്ഞായാലും അവിടെ കിടന്ന് ചത്തുപോകും. പക്ഷേ സ്വന്തം ഡ്യൂട്ടി ചെയ്യുകയാണെന്നല്ല അമ്മയുടെ വിചാരം. സ്വർഗത്തിൽ നിറങ്ങി വന്ന് എന്തോ മഹാത്യാഗം ചെയ്യുകയാണെന്നാ. ഓ, അപ്പൊ അമ്മ ഇതുവരെ ചെയ്തതിനൊന്നും യാതൊരു വിലയുമില്ല അല്ലയോടാ? ഞാനിത് കേൾക്കേണ്ടവളാ. അച്ഛനായിരിക്കും നിന്റെയൊക്കെ മുമ്പിൽ മഹാത്യാഗി, പിന്നെ മറ്റവളും. അതിനിപ്പോ സംശയം എന്താ? അച്ഛനും അമ്മയുടെ സ്വഭാവമായിരുന്നെങ്കിൽ പണ്ടേ അടിച്ചു പിരിഞ്ഞേനെ. ഇപ്പൊ തന്നെ അച്ഛനാണോ ഈ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വഴക്കിന് വരുന്നത്? അല്ലല്ലോ, അമ്മയാണ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതും ഓരോ കലഹത്തിന് തുടക്കമിടുന്നതും. അത് കൊള്ളാലോ. ഞാനാണോടാ ഓരോന്നും വരുത്തി വെക്കുന്നത്? ഇപ്പോഴെന്തിനാ നിന്നെയും വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയത്? അതിനു മുൻപ് നിന്റെ അച്ഛൻ തനിയെ പോയത് ആരെ കാണാനാ? എനിക്കതൊന്നും അറിയണ്ടേ? ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയ വേലക്കാരിയെ കാണാൻ അച്ഛനും മകനും ക്യൂ നിൽക്കുന്നതിന്റെ കാരണം ചോദിച്ചതാണോടാ ഞാൻ ചെയ്ത തെറ്റ്? വൈജയന്തി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ രോഹിത്, അച്ഛന് അലീന ചേച്ചിയോടൊരു കടപ്പാടുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പോയത്. എന്തോന്ന് കടപ്പാട്? അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചതും മാനസികമായും ശാരീരികമായും തളർന്നുപോയ അച്ഛന് വേണ്ടത്ര ധൈര്യവും പരിചരണവും കൊടുത്ത് ഇപ്പോഴത്തെ നിലയിലേക്ക് അച്ഛനെ തിരികെ കൊണ്ടുവന്നതും അലീന ചേച്ചിയാ. അമ്മ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അച്ഛനോട് പിണങ്ങി വാടക വീട്ടിൽ പോയി താമസിച്ചപ്പോഴും ഈ കുടുംബം നോക്കിയത് അലീന ചേച്ചിയാ. എന്നെ ജയിലിൽ നിന്ന് കൈപിടിച്ചിറക്കിക്കൊണ്ടുവന്ന് എൻ്റെ തകർന്നുപോയ ജീവിതം വീണ്ടെടുത്ത് തന്നത് അലീന ചേച്ചിയാ. അമ്മയ്ക്കൊഴികെ ഈ വീട്ടിലാർക്കും അലീന ചേച്ചിയെ മറക്കാൻ പറ്റില്ല. ഈ കുടുംബത്തിനു വേണ്ടി അലീന ചേച്ചി ചെയ്തിട്ടുള്ള ത്യാഗത്തിന് അളവില്ല. അച്ഛൻ അലീന ചേച്ചിയെ കാണാൻ പോയിട്ട് വന്നപ്പോൾ അമ്മ വഴക്കുണ്ടാക്കിയല്ലോ. അലീന ചേച്ചിയുടെ അഡ്രസ്സ് എവിടെയെന്ന് ചോദിച്ചു. ഞാനും അച്ഛനോട് ചോദിച്ചു അഡ്രസ്സ് എവിടെയെന്ന്. അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നു. എനിക്ക് തൃപ്തിയായി. ആ ശരി, എങ്കിൽ പിന്നെ അവളുടെ അഡ്രസ്സ് എനിക്കിങ്ങോട്ട് താ. എനിക്കും അവളെ ഒന്ന് കാണണം. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയെല്ലാം സഹായം ചെയ്തവളല്ലേ. വേണ്ട, അമ്മ കാണണ്ട. അതെന്താടാ, ഞാൻ കണ്ടാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അമ്മയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയേക്കും, ആകാശം ഇടിഞ്ഞു വീഴുന്നതായിട്ട്. അതെന്തിനാടാ ഈ ഒളിച്ചു കളി? നിന്റെ അച്ഛനെ കാണാം, നിനക്ക് കാണാം. എനിക്ക് അവിടെ പോയി അവളെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ബബിതയെയും കൃഷ്ണമോളെയും കൂട്ടിക്കൊണ്ടു പോ. അവർക്ക് കാണണ്ടേ അവളെ? അതിന് സമയമാവട്ടെ, ഞാൻ തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാം. നീ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് വേറൊരു വർത്തമാനം പറഞ്ഞായിരുന്നല്ലോ. കല്യാണത്തിന് മുമ്പ് അച്ഛന് രഹസ്യബന്ധമുണ്ടോ, അമ്മ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊന്നും നിനക്ക് നിശ്ചയമില്ലെന്ന്. അതെന്തുദ്ദേശിച്ചാ നീ പറഞ്ഞത്? രോഹിത് അമ്മയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇല്ല, ഒരു പതർച്ചയുമില്ല കണ്ണുകളിൽ. ഉടനെ രോഹിത് അമ്മ ചോദിച്ചതിന് മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് അമ്മയെ എന്തിനു പിടിച്ചിട്ടു എന്നാണ് ചോദ്യം. നിനക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ, കല്യാണത്തിന് മുമ്പ് അമ്മ ഒന്ന് പ്രസവിച്ചതാണോ എന്ന്? ചോദിക്കാനുള്ള അമ്മയുടെ ഈ ധൈര്യം, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊരു സംശയമില്ലമ്മേ. പിന്നെ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? അല്ല, അമ്മ എന്തിനാ ആ വാക്കിൽ കയറി മുറുകെ അങ്ങ് പിടിക്കുന്നത്? ഞാൻ ചോദിച്ചപ്പോൾ അമ്മയുടെ മനസ്സിൽ എവിടെയെങ്കിലും അത് കൊണ്ടിട്ടുണ്ടോ? വൈജയന്തി പെട്ടെന്നൊന്ന് പതറി മകന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ശരി, ഞാനത് വിട്ടു. നീ വേറൊന്നും കൂടി ചോദിച്ചല്ലോ. അമ്മ സത്യസന്ധയാണോ, കളങ്കമില്ലാത്തവളാണോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാമോ എന്നൊക്കെ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? അമ്മ അത്രയും സത്യസന്ധയും നിഷ്കളങ്കയും ഒന്നും അല്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട്. നിനക്ക് എന്തറിയാവുന്നടാ? അമ്മ കള്ളം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. അമ്മ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് എനിക്കറിയാം. അമ്മ അലീന ചേച്ചിയോട് ചെയ്തിട്ടുള്ള ദ്രോഹപ്രവർത്തികൾ, അതൊക്കെ എനിക്കറിയാം. അത്രേ ഉള്ളോ? അച്ഛൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെപ്പറ്റി? അമ്മ സംശയഗ്രസ്തയാണെന്ന് രോഹിത്തിന് മനസ്സിലായി. അവൻ വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ എന്തു പറയാനാ അമ്മയെപ്പറ്റി? അല്ല, അച്ഛനും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന എന്തെങ്കിലും രഹസ്യം ഞങ്ങൾ അറിയാത്തതായിട്ടുണ്ടോ? അച്ഛൻ്റെ മനസ്സിലെ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറമേ കാണിക്കുന്നതായിരിക്കില്ലല്ലോ അകത്ത്. അത് ശരിയാ. ഓരോരുത്തരുടെ മനസ്സിനകത്തേക്ക് കയറി നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അമ്മയുടെ മനസ്സിലുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എനിക്കിപ്പം മനസ്സില്ലടാ പറയാൻ. നീ ഒന്നോർത്തു, അമ്മയെ ചോദ്യം ചെയ്യുന്ന മക്കൾ ഗതി പിടിക്കത്തില്ല. അല്ലമ്മേ, അമ്മയെ ചോദ്യം ചെയ്യാൻ ഞാൻ വന്നോ? അമ്മയല്ലേ ഉറങ്ങാൻ കിടന്ന് എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് CBI മോഡലിൽ ക്വസ്റ്റ്യൻ ചെയ്തത്? വൈജയന്തി അല്പനേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒന്നും പറയാതെ വാതിൽ തുറന്ന് മുറിവിട്ടിറങ്ങി. പെട്ടെന്ന് രോഹിത് പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ സ്വയം ചെയ്തിട്ടുണ്ടോ എന്ന് വല്ലപ്പോഴുമെങ്കിലും ഒരാത്മപരിശോധനയൊക്കെ നടത്തുന്നത് നല്ലതാണ്. അത് കേട്ടുകൊണ്ട് പെട്ടെന്ന് വൈജയന്തി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ വീണ്ടും രോഹിത്, ആ വാതിലങ്ങടച്ചേക്ക്, എനിക്കിനി എണീക്കാൻ വയ്യ. ഇത് പറഞ്ഞിട്ട് രോഹിത് ഒറ്റ കിടപ്പാണ്. ഏതാനും നിമിഷം അവനെ നോക്കി നിന്ന ശേഷം വൈജയന്തി വാതിലടച്ചു. അവൾ ബാലചന്ദ്രമേനോന്റെ റൂമിന്റെ നേർക്ക് നോക്കി. അകത്തു വെളിച്ചമില്ല, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വൈജയന്തി സാവധാനം സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തന്റെ റൂമിനകത്ത് കയറി അവർ വാതിലടച്ചു.
തുടർന്ന് കിടക്കയിൽ വന്നിരുന്നു. മുൻപന്നത്തെക്കാളും ഇന്ന് താൻ തനിച്ചാണെന്ന് അവൾക്ക് തോന്നി. കിടക്കറയിലെ ഏകാന്തത ഒരദൃശ്യ ശത്രുവിനെ പോലെ ഓരോരോ അജ്ഞാത കോണുകളിൽ നിന്നുകൊണ്ട് തന്നെ തുറച്ചു നോക്കുന്നു. ഒരിക്കലും വിള്ളൽ വീഴാത്ത വിധം കരുത്തുറ്റതെന്ന് കരുതിയിരുന്ന മനസ്സിന്റെ കോട്ട ദുർബലമായതുപോലൊരു തോന്നൽ. രോഹിത്തിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു. അവൻ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അർദ്ധഗർഭമായിരുന്നോ അവൻ്റെ വാക്കുകൾ? അങ്ങനെയൊന്നുമില്ല എന്ന് സമാധാനിക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ആഗ്രയിലെ തൻ്റെ ജീവിതത്തെപ്പറ്റി വ്യക്തമായി അറിയാവുന്നത് ചുരുക്കം ചിലർക്ക് മാത്രമാണ്. കൊല്ലപ്പള്ളിയിൽ ശിവേട്ടനും അമ്മയ്ക്കും മാത്രമേ അറിയൂ. ആഗ്രയിൽ വെച്ച് ഏതോ ഒരാളുമായി മകൾക്ക് പ്രേമബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമേ അവർക്കറിയൂ. ശിവേട്ടന് പക്ഷേ എല്ലാം അറിയാം. അച്ഛനും അറിയായിരുന്നു. പക്ഷേ അച്ഛനൊന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെയുള്ളത് നീലഗിരിയിലെ ഗംഗേട്ടനും മാലതി ചേച്ചിയുമാണ്. അവർക്കും അറിയായിരുന്നു എല്ലാം. പിന്നെ തിരുവനന്തപുരത്തെ രാവുണ്ണിയമ്മാവനും കുടുംബത്തിനും. അതിൽ രാവുണ്ണിയമ്മാവനും രാധാമണിയമ്മായിയും മരിച്ചുപോയി. ശിവേട്ടൻ, ഗംഗേട്ടൻ, മാലതി ചേച്ചി, ഇവരിൽ ആരിൽ നിന്നും ഒരു വിവരവും ചോർന്നു പോകുവാനുള്ള സാധ്യതയുമില്ല. എല്ലാം സംഭവിച്ചിട്ട് 24 വർഷങ്ങളും കടന്നുപോയിരിക്കുന്നു. സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമായിരുന്നില്ലേ? ആ വഴിക്ക് താൻ ചിന്തിച്ചതേയില്ല. പുനലൂരാണ് സ്റ്റാൻലിയുടെ വീടെന്നറിയാം. അവിടെ നിന്നുള്ള ആരെയെങ്കിലും യാദൃശ്ചികമായിട്ട് ബാലേട്ടൻ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ജ്വല്ലറി, ടെക്സ്റ്റൈൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബാലേട്ടന് നിത്യവും ധാരാളം പേരെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യേണ്ടതായി വരാറുണ്ട്. സ്റ്റാൻലിയുടെ തറവാട്ടിൽപ്പെട്ട ആരെങ്കിലുമായി അങ്ങനെ പരിചയപ്പെടുവാൻ ബാലേട്ടന് കഴിഞ്ഞിട്ടുണ്ടോ? താനും സ്റ്റാൻലിയുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി ആ വഴിയിലൂടെ എന്തെങ്കിലും സൂചന കിട്ടിയതായിരിക്കുമോ? അതേപ്പറ്റി ചിന്തിക്കും തോറും വൈജയന്തിയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു തുടങ്ങി. സ്റ്റാൻലി ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. 24 വർഷങ്ങൾക്ക് മുമ്പ് അറ്റുപോയൊരു ബന്ധമാണത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ഇടവരല്ലേ എന്നായിരുന്നു പ്രാർത്ഥന. അത്രത്തോളം വെറുത്തുപോയൊരു മുഖമാണത്. ഓർമ്മയിലേക്ക് ഒരിക്കലും കടന്നു വരാനാകാത്ത വിധം വെറുപ്പിന്റെ മഷിക്കറുപ്പ് കോരിയൊഴിച്ച് ആ മുഖം നശിപ്പിച്ചു കളഞ്ഞിരുന്നു. എന്തെന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം വഞ്ചനയുടെയും ക്രൂരതയുടെയും ചതിയുടെയും മുഖമാണത്. സ്റ്റാൻലിയുടെ മടങ്ങിവരവും പ്രതീക്ഷിച്ച് ആഗ്രയിലെ സഞ്ജയ് പ്ലേസിലുള്ള വാടക വീട്ടിൽ കാത്തുകിടന്ന നാളുകൾ വൈജയന്തി ഓർത്തു. 10 ദിവസത്തേക്കെന്ന് പറഞ്ഞു പോയ ആൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വൈജയന്തി മറ്റൊരാളായിരുന്നു എന്ന് തോന്നുകയാണ്. സ്നേഹത്താൽ വിമോഹിതയാക്കപ്പെട്ടവൾ, സ്നേഹിക്കുന്നയാളിനെ കണ്ണുമടച്ചു വിശ്വസിച്ചവൾ, സ്റ്റാൻലിയുമൊത്തുള്ള ഭാവി ജീവിതം സങ്കല്പിച്ച് അതിലേക്ക് കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ട് വെളിച്ചം വരുന്ന ജനാലക്കരികെ അയാളുടെ ആഗമനവും കാത്തുനിന്ന നിസ്സഹായയായ പെൺകുട്ടി. പക്ഷെ 11ാം ദിവസം വാടക വീടിന്റെ വാതിക്കൽ മുട്ടി വിളിച്ചത് സ്റ്റാൻലി ആയിരുന്നില്ല. ഇന്നും അതേപ്പറ്റി ഓർക്കുമ്പോൾ ഉള്ളം നടുങ്ങുകയാണ്. ഗംഗേട്ടനും ശിവേട്ടനും തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നു. തൻ്റെ വീർത്തുന്തിയ വയർ അവരുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയായിരുന്നു. അതിനാൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഉടൻ വാടക വീട് വിട്ടിറങ്ങാനായിരുന്നു ഗംഗേട്ടന്റെ കൽപ്പന. സ്റ്റാൻലി തിരിച്ചു വരാതെ 1 ഇഞ്ച് പോലും നീങ്ങില്ലെന്ന് ശാഠ്യം പിടിച്ചു. കൊന്നാലും കൂടെ വരില്ല. ഒരു ജീവിതമുണ്ടെങ്കിൽ അത് സ്റ്റാൻലിയോടൊപ്പം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. തൻ്റെ സമ്മതമില്ലാതെ തന്നെ കൊണ്ടുപോവുക അസാധ്യമാണെന്ന് ഗംഗേട്ടനും ശിവേട്ടനും മനസ്സിലായി. പക്ഷെ സ്റ്റാൻലി എവിടെ? ഒരടയാളവുമില്ല. ഫോൺ കോളില്ല. 3 ദിവസം കൂടി കാത്തു. ഗംഗേട്ടനും ശിവേട്ടനും ഹോട്ടൽ മുറിയിലാണ് താമസിച്ചത്. പൂർണ്ണ ഗർഭിണിയായി ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഇവിടെ കഴിയേണ്ട, നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഗംഗേട്ടനാണ് നിർദ്ദേശിച്ചത്. നേരെ പുനലൂരിലേക്ക് പോകണമെന്നും സ്റ്റാൻലിയെ കാണണമെന്നും താൻ വാശി പിടിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് ഗംഗേട്ടനും ശിവേട്ടനും സമ്മതിക്കുകയും ചെയ്തു. സ്റ്റാൻലി തിരിച്ചെത്തിയാൽ ഉടൻ പുനലൂരിലേക്ക് വരുവാൻ വാടക വീടിന്റെ ഉടമസ്ഥനെ പറഞ്ഞേൽപ്പിച്ച ശേഷം ഗംഗേട്ടനും ശിവേട്ടനുമൊത്ത് താൻ നാട്ടിലേക്ക് മടങ്ങി. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിനും ഇടപ്പഴനിക്കുമിടയിൽ താമസിച്ചിരുന്ന രാവുണ്ണിയമ്മാവന്റെ വീട്ടിലേക്കായിരുന്നു ഗംഗേട്ടനും ശിവേട്ടനും തന്നെ എത്തിച്ചത്. രാവുണ്ണിയമ്മാവൻ അന്ന് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് DYSP ആണ്. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നാൽ നാട്ടുകാർ മൂക്കത്ത് വിരൽ വെക്കുമെന്നും സ്റ്റാൻലിയുമായുള്ള വിവാഹം നടത്തിയ ശേഷം മാത്രം കൊല്ലപ്പള്ളിയിലേക്ക് പോയാൽ മതിയെന്നും ശിവേട്ടനും ഗംഗേട്ടനും കൂടി പറഞ്ഞപ്പോൾ അതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. അത് ന്യായമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. രാവുണ്ണിയമ്മാവന്റെ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു ചേർന്നു. അച്ഛൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ക്ഷമയാചിച്ചതോർത്തപ്പോൾ ഇപ്പോൾ കൂടിയും വൈജയന്തിയുടെ കണ്ണിൽ നിന്നും നനവൂറുകയാണ്. സ്റ്റാൻലിക്കൊപ്പം ജീവിക്കുവാൻ വേണ്ടി താൻ ആരെയെല്ലാമാണ് അപമാനിച്ചത്? ആരുടെയെല്ലാം മുഖത്താണ് കരിവാരി തേച്ചത്? ആരെയൊക്കെയാണ് ഉപേക്ഷിക്കാൻ തയ്യാറായത്? എന്തൊരു കൊടിയ അനീതിയായിരുന്നു താൻ തൻ്റെ കുടുംബത്തോട് ചെയ്തത്. എന്നിട്ടും അച്ഛൻ തന്നെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. സ്റ്റാൻലിയുമൊത്തുള്ളൊരു ജീവിതം മാത്രം മതിയെന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ അച്ഛൻ അതും അംഗീകരിച്ചു. സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ ശിവേട്ടനും ഗംഗേട്ടനുമൊപ്പം അച്ഛനും രാവുണ്ണിയമ്മാവനും പോയി. താനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞുവെങ്കിലും ഗർഭിണിയായ മകളെയും കൊണ്ട് വിലപേശാൻ എത്തിയെന്ന് സ്റ്റാൻലിയുടെ വീട്ടുകാർ പറയാൻ ഇടയാകരുത് എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ വിലക്കി. പുനലൂരിലേക്ക് സ്റ്റാൻലിയെ കാണാൻ പോയവർ തിരിച്ചെത്തിയത് നല്ല വാർത്തയും കൊണ്ടായിരുന്നില്ല. സ്റ്റാൻലിയും താനും തമ്മിലുള്ള വിവാഹത്തിന് സ്റ്റാൻലിയുടെ വീട്ടുകാർക്ക് കടുത്ത എതിർപ്പാണ്. അച്ഛനെയും ശിവേട്ടനെയും ഗംഗേട്ടനെയും രാവുണ്ണിയമ്മാവനെയും അവർ അപമാനിച്ചാണ് തിരിച്ചയച്ചത്. അവർ സ്റ്റാൻലിക്ക് വേണ്ടി മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്.
ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ തന്നെ സ്റ്റാൻലിയെ കാണണമെന്ന് താൻ വാശി പിടിച്ചു. താൻ പറയുന്നത് മാത്രമേ സ്റ്റാൻലി കേൾക്കൂ. വീട്ടുകാരൊന്നും സ്റ്റാൻലിക്ക് ഒരു തടസ്സമേ അല്ല. അവരുടെ സമ്മതമില്ലെങ്കിലും സ്റ്റാൻലി തൻ്റെ കൂടെ നിൽക്കൂ. താൻ എത്രയോ അടുത്തറിഞ്ഞിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള ഹൃദയംഗമായ സ്നേഹമാണത്. സ്റ്റാൻലി 4-5 ദിവസത്തിനുള്ളിൽ തന്നെ കാണാൻ എത്തുമെന്നും അതിനകം വീട്ടുകാരുടെ മനസ്സ് മാറ്റാൻ ഒരു ശ്രമം കൂടി നടത്തി നോക്കാമെന്നും പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് ഗംഗേട്ടൻ പറഞ്ഞപ്പോൾ ഒരാശ്വാസമായി. ഒരാഴ്ചയോളം വീണ്ടും സ്റ്റാൻലിയെ കാത്തിരുന്നു. പക്ഷെ സ്റ്റാൻലി വന്നില്ല. ഇതിനിടയിൽ ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. രാവുണ്യമ്മാവനും അച്ഛനും കൂടി വീണ്ടും പുനലൂർക്ക് പോയി. ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടാണ് അവർ മടങ്ങി വന്നത്. ഇടവക പള്ളിയിൽ വെച്ച് സ്റ്റാൻലിയും മറ്റൊരു പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ താനത് വിശ്വസിക്കുവാൻ കൂട്ടാക്കിയില്ല. സ്റ്റാൻലിയെ നേരിട്ട് കാണണം, സംസാരിക്കണം. അന്ന് അനുഭവിച്ച ഹൃദയവേദന, കൊടും ഭീതികൾ, നൈരാശ്യം ഒന്നും ഇപ്പോൾ പോലും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. ഡേറ്റ് അനുസരിച്ച് പ്രസവത്തിന് 9 ദിവസം കൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് രാത്രി തന്നെ പെയിൻ തുടങ്ങി. അച്ഛനും ശിവേട്ടനും രാവുണ്യമ്മാവനും കൂടി തന്നെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഓർമ്മയുണ്ട്. പിന്നെയുള്ളതെല്ലാം മായക്കാഴ്ചകളാണ്. കാറിനുള്ളിൽ കിടന്ന് താൻ നിലവിളിക്കുകയാണ്. ഒരു സ്ട്രെച്ചറിൽ കിടത്തി ഡെഡ് ബോഡി പോലെ ആരോ തന്നെ ഇരുണ്ട കോറിഡോറിലൂടെ തള്ളി നീക്കുന്നു. ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു. അബോധാവസ്ഥയിൽ എത്ര ദിവസം കിടന്നെന്ന് പോലും അറിയില്ല. ബോധം വീഴുമ്പോൾ ആശുപത്രി ചുമരുകളായിരുന്നു ചുറ്റിലും. തനിക്ക് എന്താണ് സംഭവിച്ചത്? എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ എത്തിയിട്ട്? അച്ഛനും ശിവേട്ടനും എവിടെ? ഒന്നും അറിയില്ല. വയർ ചുരുങ്ങിയിരുന്നു. പ്രസവം കഴിഞ്ഞുവോ? തൻ്റെ കുഞ്ഞെവിടെ? ഒരു നേഴ്സ് ബെഡിനടുത്തേക്ക് വന്നപ്പോൾ താൻ ചോദിച്ചത് ഓർക്കുന്നു. എൻ്റെ പ്രസവം കഴിഞ്ഞോ? നേഴ്സ് സഹതാപത്തോടെ ഒന്ന് നോക്കി. ആ സ്ത്രീയുടെ വാക്കുകൾ ദുർവിധിയുടെ പുസ്തകത്തിലെ ദുരന്താക്ഷരങ്ങളായി പൊള്ളിക്കരിഞ്ഞ് ഇപ്പോഴും കിടപ്പുണ്ട് മനസ്സിൽ. അവർ പറഞ്ഞത് 2-ൽ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കുകയല്ലാതെ നിവർത്തിയില്ല എന്ന ഘട്ടം വന്നപ്പോൾ ഓപ്പറേഷൻ നടത്തുകയായിരുന്നു. 2-ൽ ഒരാളുടെ ജീവനോ? വിദൂര ചക്രവാളത്തിലെ ഇടിമിന്നൽ പോലെ അതാദ്യം അവ്യക്തമായിരുന്നു. പിന്നെ ഇടിമുഴക്കം കാതുകളെ നടുക്കി. താൻ ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം തൻ്റെ കുഞ്ഞു ജീവനോടെ ഇല്ല എന്നാണോ? ഡോക്ടറാണ് അത് സ്ഥിരീകരിച്ചത്. ഞങ്ങൾക്ക് കഴിയും പോലെയെല്ലാം ഞങ്ങൾ പരിശ്രമിച്ചു. ഒടുവിൽ പേഷ്യൻറ്റിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കുക മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. അതോടെ തീർച്ചയായി തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പില്ല. ഒഴിഞ്ഞ വയറിന്മേൽ കൈവച്ചുകൊണ്ട് മരവിച്ചതുപോലെ കുറേ നേരം കിടന്നു. താൻ മാത്രം ഇനി എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്നു? ആ ചിന്തകളായിരുന്നു. പിന്നീട് എപ്പോഴോ ശിവേട്ടൻ ബെഡിനരികിൽ വന്നിരുന്ന് ആശ്വസിപ്പിച്ചത് ഓർമ്മയുണ്ട്. ഇതായിരുന്നു വിധി. അങ്ങനെ സമാധാനിക്കുകയല്ലാതെ എന്തു ചെയ്യും നമ്മൾ? ഞങ്ങൾക്കെല്ലാം നിന്റെ ജീവനായിരുന്നു വലുത്. അത് തിരിച്ചു കിട്ടിയല്ലോ. ശിവേട്ട, എൻ്റെ കുഞ്ഞെവിടെ? സ്റ്റാൻലി ചോദിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഒരു കുരുന്ന് ജീവനും ഉദരത്തിൽ വഹിച്ച് നിറവയറോടെ വന്ന താൻ വെറും കൈയോടെ മടങ്ങേണ്ടി വരുമല്ലോ. സൊനാലി എന്ന മറാഠി പെണ്ണ് പ്രവചിച്ചതുപോലെ, സ്റ്റാൻലി മനസ്സാ കൊതിച്ചതുപോലെ അതൊരു പെൺകുഞ്ഞു തന്നെയായിരുന്നോ? നേഴ്സിനോടാണ് ആ ചോദ്യം ചോദിച്ചത്. അനുകമ്പയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ സമ്മതിച്ച് തലയാട്ടി. അതെ, അതൊരു പെൺകുഞ്ഞു തന്നെയായിരുന്നു. അപ്പോഴാണ് അണമുറിഞ്ഞതുപോലെ കരച്ചിൽ പൊട്ടിയത്. സ്റ്റാൻലി ഒന്ന് കാണണം. സങ്കടം പറഞ്ഞാൽ നെഞ്ചിൽ വീണ് കരയണം. ഇനി അത്ര മാത്രമേ ഉള്ളൊരാശ്വാസം. തൻ്റെ അപേക്ഷയെ മാനിച്ച് അച്ഛനും രാവുണ്യമ്മാവനും ചേർന്ന് ഒരിക്കൽ കൂടി പുനലൂർക്ക് പോയി. തിരിച്ചു വന്നത് ഹൃദയം തകർക്കുന്ന വാർത്തയുമായിട്ടായിരുന്നു. സ്റ്റാൻലിയുടെ വിവാഹമാണ്. ക്ഷണക്കത്തിനുള്ളിൽ അടക്കം ചെയ്ത സ്വർണ്ണ ലിപികളിൽ ആലേഖനം ചെയ്ത വെഡ്ഡിംഗ് കാർഡ് കൂടി കാണിച്ചുകൊണ്ട് രാവുണ്യമ്മാവൻ പറഞ്ഞു. സ്റ്റാൻലിയുടെ വീട്ടുകാരുമായി സംസാരിക്കാൻ ചെന്നപ്പോൾ അവരൊന്നും മിണ്ടാതെ ക്ഷണക്കത്തെടുത്തു തന്നു. കല്യാണത്തിന് ഇനി 4 ദിവസം മാത്രം. സ്റ്റാൻലിയെ കണ്ടൊരു വാക്ക് സംസാരിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചപ്പോൾ അകത്തുനിന്ന് അയാൾ ഇറങ്ങി വന്നു. ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് വിശ്വസിപ്പിച്ച് കൂടെ താമസിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയിട്ട് ഈ കാണിക്കുന്നത് ചെറ്റത്തരമല്ലേടാ എന്ന് ഞങ്ങൾ മുഖത്ത് നോക്കി ചോദിച്ചു. അതിൻ്റെ മറുപടി എന്തായിരുന്നുവെന്ന് നിനക്ക് കേൾക്കണോ? സോറി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷെ സംഭവിച്ചു പോയി. എനിക്ക് ദുഃഖമുണ്ട് എന്ന്. നിന്റെ അച്ഛൻ അവനോട് പറഞ്ഞിട്ടാണ് പോന്നത്. ഇങ്ങനെയൊരു ചതി എൻ്റെ മോളോട് വേണ്ടായിരുന്നു. നീ ഇതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന്. പിന്നെ ഞങ്ങളവിടെ നിന്നില്ല. അകാലത്തിൽ പെയ്ത പേമാരിയിൽ നനഞ്ഞു വിറച്ച്, കൊടുങ്കാറ്റിൽ ഉലഞ്ഞ്, ഇടിമിന്നലിൽ കരിഞ്ഞ് അങ്ങനെ കിടന്നുപോയി ദിവസങ്ങളോളം. രാവുണ്യമ്മാവൻ്റെ ഇടപ്പഴഞ്ഞു വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മനസ്സ് ചത്തിരുന്നു. 2 മാസത്തോളം അവിടെ താമസിച്ചു. പ്രസവ സംബന്ധമായ ശാരീരിക അസ്വസ്ഥതകൾ ശമിച്ചതോടെ ഗംഗേട്ടൻ വന്ന് തന്നെ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡൽഹിയിൽ RK പുരത്തുള്ള ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു ക്വാർട്ടറിൽ 4 ചുവരുകൾക്കുള്ളിൽ 1 വർഷം. ആശകളില്ല, നിരാശയുമില്ല, പ്രതീക്ഷയില്ല, ദുഃഖങ്ങളുമില്ല. ശൂന്യമായി പോയ മനസ്സ്. ഒരു മരപ്പാവ. ആരുടെയോ നിർദ്ദേശമനുസരിച്ച് ചലിക്കുന്നു, ഭക്ഷിക്കുന്നു, ഉറങ്ങുന്നു. തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഗംഗേട്ടനും മാലതി ചേച്ചിയും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷം അച്ഛൻ വന്ന് കൊല്ലപ്പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതുവരെ.
ഒരു കണക്കിൽ അച്ഛനെയും ഏട്ടന്മാരെയും സ്തുതിക്കണം. പിഴച്ചുപോയ ഈ പാഴ്ജന്മത്തെ അവർ തള്ളിക്കളഞ്ഞില്ലല്ലോ. തനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പിടിവെള്ളി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് അച്ഛൻ വലിയ തുക കോഴ കൊടുത്തിട്ടാണെങ്കിൽ പോലും ഒരു ജോലി ശരിയാക്കി തന്നത്. അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇത് മതി, ശേഷിച്ച കാലം ഈ ഒരു ജോലിയുമായി ജീവിച്ചു കൊള്ളാം. വിവാഹാലോചനകൾ പലതും വന്നുകൊണ്ടിരുന്നു. താൻ എല്ലാം തള്ളിക്കളയുന്നത് കണ്ട് അച്ഛനും അമ്മയും വേദനിച്ചു. മോളെ, നിനക്കൊരു ജീവിതം വേണ്ടേ? വേണ്ട വേണ്ടച്ചാ, ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോളാം. എന്നെ നിർബന്ധിക്കരുത്. ഇനി എനിക്കൊരു വിവാഹമോ? പുരുഷനെ പറ്റി ചിന്തിക്കുമ്പോഴെല്ലാം സ്റ്റാൻലിയുടെ മുഖമാണ് മനസ്സിൽ. മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് ചതിച്ചവൻ, നിസ്സഹായതയുടെ പടുകുഴിയിൽ തള്ളിയിട്ടിട്ട് കടന്നു കളഞ്ഞ നയവഞ്ചകൻ. ആ ഉണ്ടക്കണ്ണുകളിൽ കണ്ടത് കുസൃതിയായിരുന്നില്ല, ക്രൂരത. ആ പരുക്കൻ ശബ്ദത്തിൽ തുടിച്ചത് സ്നേഹമായിരുന്നില്ല, കുൽസിത ബുദ്ധി. ഇനിയൊരു പുരുഷൻ തൻ്റെ ജീവിതത്തിൽ വേണ്ട. അങ്ങനെ കഴിയുമ്പോഴാണ് ബാലചന്ദ്രമേനോന്റെ വിവാഹാലോചന. മഴത്തോരും മുൻപേ എന്ന സമാനതകളില്ലാത്ത ചതിയുടെയും വിരഹദുഃഖത്തിന്റെയും കഥനകഥ തുടരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.